എന്തായാലും വിൻസിയുടെ പരാതിയിൽ അന്വേഷണത്തിന് തുടർ നടപടിയിലേക്ക് താരസംഘടനയായ അമ്മ കടക്കുന്നുണ്ട്. 3-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, 3-അംഗ സമിതിയിൽ ആരൊക്കെയാണുള്ളത്? എത്ര ഗൗരവത്തിൽ വിൻസിയുടെ പരാതി അമ്മ എടുത്തിട്ടുണ്ട്? സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള വളരെ ഗൗരവകരമായി തന്നെയാണ് അമ്മ ഈ പരാതിയെ സമീപിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ ആദ്യം വിൻസി ഇതിന്റെ അമ്മയിൽ അംഗമല്ലാത്തത് കാരണമാണ് 2 ദിവസമായിട്ടും ഇത്തരത്തിൽ പരാതി സ്വീകരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ നടപടിയിലേക്ക് പോകാനോ സാധിക്കാതിരുന്നത് എന്നാണ് അമ്മ അഡ്ഹോക് കമ്മിറ്റി പറയുന്നത്. മാത്രമല്ല അമ്മ ഇതിൽ പൂർണ്ണമായും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരാതി അടക്കം വിൻസിയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ പരാതി കിട്ടിയ ശേഷം വിശദമായി തന്നെ അന്വേഷിച്ച് അതിൽ കർശനമായിട്ടുള്ള നടപടിയെടുക്കാൻ തന്നെയാണ് അമ്മ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് തന്നെയാണ് അമ്മ പോകുന്നത്. നിലവിൽ അഡ്ഹോക് കമ്മിറ്റി ചേർന്ന് 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള രീതിയിൽ ഇത് പഠിക്കേണ്ടതുണ്ട്, വിൻസിയുടെ പരാതി കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്, മൊഴി കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3-അംഗ സമിതിയെ വെച്ച് ഒരു അന്വേഷണം നടത്താനാണ് അഡ്ഹോക് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ബിനു മോഹൻ, സരയു, അൻസിബ എന്നിവരാണ് കമ്മിറ്റിയിലുള്ളത്. അല്പം മുമ്പ് ബിനു മോഹനോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അദ്ദേഹം അൺഒഫീഷ്യലി പറഞ്ഞത് അതാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ വിൻസിയുടെ മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല അതിനുശേഷം ഷൈൻ ടോൺ ചാക്കോയുടെ കൂടി വിശദീകരണം അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിശദീകരണം കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ പോലീസ് അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സാഹചര്യമാണ്, പരാതിയാണ്. അപ്പോൾ അത്തരത്തിൽ ഷൈൻ ടോൺ ചാക്കോയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുണ്ടോ അല്ലെങ്കിൽ വിശദീകരണം നൽകാനുണ്ടോ എന്നത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകൾ കൂടി നടന്ന ശേഷം കർശനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, കർശനമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് അമ്മ നീങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഷൈൻ ടോൺ ചാക്കോയെ പുറത്താക്കാനാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് വരെ അമ്മ ആലോചിക്കുന്നുണ്ട്. അത് അടിയന്തരമായി അതിൽ ഒരു കൃത്യമായ നടപടി എടുക്കാൻ തന്നെയാണ് അമ്മ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിനും ICUവിനും അടക്കം കംപ്ലയിന്റ്സ് നൽകിയിട്ടുണ്ട്. ഫിലിം ചേംബറിന്റെ പ്രതിനിധികൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. ഇതിലൊരു ശാശ്വത പരിഹാരം കാണണം, ഈ ലഹരി രോഗത്തിലൊരു ശാശ്വത പരിഹാരം കാണണം. വിൻസിയുടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും. തിങ്കളാഴ്ച ഫിലിം ചേംബർ യോഗം ചേർന്ന് അതിൽ ഒരു നടപടി, കൃത്യമായിട്ടുള്ള നടപടി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പരാതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടത്തും എന്നും കൂടി ഫിലിം ചേംബർ അറിയിച്ചിട്ടുണ്ട്. ലിഡിയ, അമ്മയിൽ നിന്ന് മാത്രമല്ല മറ്റ് സിനിമാ സംഘടനകളിൽ നിന്നും താരങ്ങളിൽ നിന്നുമൊക്കെയുള്ള പൂർണ്ണ പിന്തുണ വിൻസിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണോ? ദിവ്യ, അത്തരത്തിൽ തന്നെ വേണം പറയാനായിട്ട്. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളൊക്കെ ഇത് ചർച്ച ചെയ്യാനായി യോഗവും കാര്യങ്ങളും ഒക്കെ വിളിക്കാനിരിക്കുകയാണ്. അത്തരത്തിൽ അമ്മയും ഫിലിം ചേംബറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ ഇതിൽ പെട്ടെന്ന് തന്നെ ത്വരിതഗതിയിൽ തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അമ്മയുടെ പ്രതിനിധികളോട് അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റിയിലെ ആളുകളോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിൽ വിൻസിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ വന്ന അപ്പോൾ തന്നെ, അതായത് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലൊരു നടപടിക്കായി അമ്മ മുന്നോട്ട് വന്നിരുന്നു. അത്തരത്തിൽ വിൻസിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്, പരാതി നൽകാൻ അമ്മ ാണ് എന്നാണ് അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിയിലുള്ള ആളുകൾ പറയുന്നത്. മാത്രമല്ല വിൻസിയുടെ പരാതി റിട്ടേണായി കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കുകയും പിന്നീട് ഇതിൽ ഒരു 3-അംഗ സമിതിയും അടിയന്തരമായി അഡ്ഹോക് കമ്മിറ്റി ചേർന്ന് ഒരു 3-അംഗ സമിതിയെയും നിയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഏറ്റവും വേഗത്തിൽ, ഏറ്റവും ത്വരിതഗതിയിൽ ഈ സിനിമാ സംഘടനകൾ ഇതിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ ഇതിൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ മുൻപും ഷൈനെതിരെ സമാനമായ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഷൈനിന്റെ ലഹരി ഉപയോഗം സംബന്ധിച്ച് മുൻപും വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണയെങ്കിലും ഒരു ശക്തമായ നടപടി ഉണ്ടാകണമെന്ന ഒരു പൊതുവികാരമാണോ സിനിമാ മേഖലയിൽ നിന്നുള്ളത്? ഇത് തീർച്ചയായും അങ്ങനെ തന്നെ വേണം കാണാൻ. ഒരു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് പിടിച്ച ഒരു കഞ്ചാവുമായി പിടിച്ച ഒരു യുവതിയുടെ മൊഴിയടക്കം ഉണ്ടായിരുന്നു. നമ്മളത് വാർത്തയാക്കിയത് കൂടിയാണ്. സിനിമ മേഖലയിലെ ആളുകൾക്കെതിരെ മൊഴിയുണ്ടായിരുന്നു. അതിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയും ഈ യുവതി മൊഴി നൽകിയിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് മുൻപും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇത്തരത്തിൽ ലഹരി ഇടപാടുമായി സംബന്ധിച്ച് കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതാണ്. അത് കഴിഞ്ഞപ്പോൾ 3-ാം തവണയോ 4-ാം തവണയോ ആണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പരാതി വരുന്നത്. ലഹരി ഇടപാട് മാത്രമല്ല, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്നുള്ള ആരോപണം മാത്രമല്ല വിൻസി അലോഷ്യസ് മുന്നോട്ട് വെക്കുന്നത്. ഈ തനിക്ക്